നിങ്ങളുടെ സ്വാഭാവിക ടെസ്റ്റോസ്റ്ററോണിനുള്ള ഗുണം അടിസ്ഥാനമാക്കി വസ്തുക്കളുടെ ഒരു ടിയർ ലിസ്റ്റിലേക്ക് സ്വാഗതം. പോളിസ്റ്റർ അണ്ടർവെയർ ആരംഭിക്കുന്നു. ഇത് നിങ്ങളെ വന്ധ്യരാക്കും. എൽ ടിയർ ഏറ്റവും താഴ്ന്നത് കലോറി അധികത്തിൽ ഇരിക്കുക. നിങ്ങളുടെ കലോറിയുടെ ഭൂരിഭാഗവും മാംസ്യ ഉൽപ്പന്നങ്ങളിൽ നിന്നാണെങ്കിൽ ബോണസ് പോയിന്റുകൾ. ബി ടിയർ നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് ആരോഗ്യകരമായ പരിധിയിൽ നിലനിർത്തുന്നു. അതിനർത്ഥം 12 മുതൽ 15% വരെ. എസ് ടിയർ കൊളസ്ട്രോൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നു. നിങ്ങളുടെ ആരോഗ്യത്തിനും ടെസ്റ്റോസ്റ്ററോണിനും നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും മോശമായ കാര്യങ്ങളിൽ ഒന്നാണ്. എഫ് ടിയർ രാത്രി 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുകയും സ്ഥിരമായ ഉറക്കസമയവും ഉണ്ടാക്കുകയും ചെയ്യുന്നു. സ്ഥിരതയുള്ളിരിക്കുക. ഉറക്കസമയം പ്രധാനമാണ്. എസ് ടിയർ നിങ്ങളുടെ ഫോൺ മുൻകൈയിൽ വെക്കുന്നു. സഹോദര, നീ നിന്റെ ബോൾസ് വറുക്കുന്നു. എഫ് ടിയർ വീഗനാകുന്നു. നിങ്ങൾ പൂർണ്ണമായും പാചകം ചെയ്തു. എൽ ടിയർ ഏറ്റവും താഴ്ന്നത് പ്ലാസ്റ്റിക് ടൂത്ത്ബ്രഷ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓരോ രാവിലെയും മൈക്രോപ്ലാസ്റ്റിക്സ് കഴിക്കുന്നു. ടൂത്ത് പേസ്റ്റിനെക്കുറിച്ച് എന്നെ തുടങ്ങരുത്. ഫ്ലോറൈഡ് ഒരു ന്യൂറോഡോക്സിനാണ്. എഫ് ടിയർ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നു. ഇവയിൽ പലതിലും വിഷങ്ങളും രാസവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു. അവ വിഷങ്ങൾ ചർമ്മത്തിലൂടെ കടന്നുകയറി ആവർത്തിച്ച് പെയിന്റ് അല്ലെങ്കിൽ മറ്റ് പോളിമർ അടിസ്ഥാനമാക്കിയുള്ള നിർമ്മാണ വസ്തുക്കൾക്ക് നിങ്ങളെ എക്സ്പോസ് ചെയ്യുന്നു. നിങ്ങൾ ട്രേഡുകളിലാണെങ്കിൽ ദയവായി ഒരു റെസ്പിറേറ്ററും ഗ്ലൗസും ധരിക്കുക. ഡി ടിയർ പുറത്തുവിട്ട ധാന്യങ്ങൾ ഉപഭോഗിക്കുന്നു. ധാന്യങ്ങളിൽ പലതും ഇതിനകം തന്നെ ഇതുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് പഴയതോ പുറത്തുവിട്ടതോ ആയ ധാന്യങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ നിലവാരങ്ങൾക്ക് അത്യന്തം എസ്ട്രോജനിക്കായും വിഷമുള്ളതുമായ ഒരു പൂപ്പൽ വളരാൻ കഴിയും. എൽ ടിയർ ഏറ്റവും താഴ്ന്നത് സൂര്യപ്രകാശം ലഭിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഉണരുമ്പോൾ. എ ടിയർ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണക്രമം ഉപഭോഗിക്കുന്നു. ഇത് ഹൃദ്രോഗം ഉണ്ടാക്കുന്നില്ല. ഇത് നിങ്ങളുടെ ശരീരത്തിന് കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകൾ നൽകുകയും ടെസ്റ്റോസ്റ്ററോൺ നിർമ്മിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ മസ്തിഷ്കം പുനരുദ്ധരിക്കുകയും കോശങ്ങൾ ഫലപ്രദമായി പുനരുത്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ആവശ്യമായ സബ്സ്ട്രേറ്റ് നൽകുകയും ചെയ്യുന്നു. എസ് ടിയർ ഈഗുൽ എൽ ടിയർ ലോസിന്റെ പോഷക ഉപദേശങ്ങൾ കേൾക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ലിസ്റ്റ് സമാപിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റുകളിൽ അറിയിക്കുക.